ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ ഉപവാസം എടുത്ത് കഷ്ടപ്പെടുന്ന പെൺകുട്ടിയാ നീ ഉപദ്രവിച്ചത്. എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? എന്താ നന്ദ, എന്താ സുമിത്രേ, എന്താ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ? അതമ്മേ, നിർമ്മല വന്ന് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചുണർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്തിന്? നവീനും ഗാഥയും തെറ്റായ പ്രവൃത്തികൾ ചെയ്ത് വ്രതം മുടക്കുകയാണെന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലേ? ഇനിയിപ്പൊ കണ്ടുപിടിക്കാൻ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് മുറിക്കകത്ത് ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നേന്ന് കൂടി ഞാൻ പറയാം. അടുത്ത ദിവസം സർക്കാരിന്റെ ആളുകളുമായിട്ട് ഒരു പ്രൊജക്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? വിവാഹപ്രായം എത്തിയ ഒരു മകളില്ലേ, എന്നിട്ട് അല്പം പോലും നാണോ മാനോ ഇല്ലാതായി പോയല്ലോ. നന്ദേട്ടാ, അമ്മ ഈ മുറിയിൽ എങ്ങനെ എത്തിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യവാ. ഇത് ഞാൻ വളരെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാവില്ലായിരുന്നു. അച്ഛാ, ഇവർക്ക് ഈ കുടുംബത്തില് ആരോടാ സ്നേഹമുള്ളത്? എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ഈ 3 പേരുടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും തെറ്റുകളൊക്കെ ആവർത്തിച്ചിട്ടും എന്തിനാണ് ഇവരോട് നിർത്തുന്നത്? നവീൻ പറഞ്ഞത് കാര്യമാണ് നന്ദ. നിർമ്മലയും കീർത്തി ഉദയനും ഇനി കളരിക്കൽ കുടുംബത്തിൽ ഉണ്ടാവണ്ട. പടിയിറക്കി വിട്ടേര്. അളിയാ, വെറുതെ ആവശ്യമില്ലാത്ത തീരുമാനമൊന്നും എടുക്കല്ലേ. ഇറക്കി വിട്ടാ പിന്നെ ഞങ്ങള് 3 പേരും എവിടെ പോവും? സ്വന്തം ഭാര്യയും മക്കളെയും സംരക്ഷിക്കാൻ അറിയണം, അതിനുള്ള തൊഴിലറിയണം. പണിയെടുക്കാതെ വെറുതെ നടന്ന് പട്ടുമത്തേ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടാ നീയൊക്കെ ഇത്രയും അധപ്പതിച്ചത്. അമ്മ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇറങ്ങിക്കോ ഇവിടുന്ന്. അയ്യോ സുമിത്രേ, ഇനി ഈ കാര്യത്തിൽ മറുത്തൊന്നും പറയാൻ കഴിയില്ല നിർമ്മലേ. ഒരു തവണയല്ല, കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും. എന്നിട്ടും ക്ഷമിച്ച കുടുംബം ഇത്. ഇനി എന്റെ മക്കളുടെ ജീവിതം വച്ചിട്ട് പന്താടാൻ എനിക്ക് പറ്റില്ല. ഇനിയൊരു വാക്ക് 3 നാവിൽ നിന്ന് വീണു പോവരുത്. ഇറങ്ങിപ്പോയ്ക്കോ. മുത്തശ്ശി, നേരം വെളുക്കുന്നത് വരെയെങ്കിലും 1 മിനിറ്റ് പോലും താമസിക്കാൻ പാടില്ല. അന്തസ്സും അഭിമാനമുള്ളവർ താമസിക്കുന്ന തറവാടാ ഇത്. കാലു കുത്താൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇറങ്ങാൻ. ഇറങ്ങിപ്പോടി. കൃഷ്ണ